വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട സ്ഥാനത്ത് മാത്രം പ്രയോഗിക്കുന്ന ആളാണ് അതിന് പാത്രതയുള്ള ആൾ. ഇതിന് വിരുദ്ധമായ സ്വഭാവക്കാരനായിരുന്നു ഏകലവ്യൻ. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യരുടെ അസ്ത്രവിദ്യാ പ്രാവീണ്യം പരീക്ഷിച്ചത് ഒരു പക്ഷിയുടെ കളിപ്പാട്ടത്തിലായിരുന്നു. എന്നാൽ രഹസ്യമായി വിദ്യ പഠിച്ച ഏകലവ്യൻ തൻ്റെ കഴിവ് പരീക്ഷിച്ചത് ജീവനുള്ള പട്ടിയുടെ വായിൽ 7 അമ്പുകൾ എയ്ത് തറപ്പിച്ചാണ്. എന്തുകൊണ്ട് ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഡോക്ടർ ഫ്രാൻസിസ് സനാതനധർമ്മത്തിൽ. നമ്മൾ മഹാഭാരതത്തിലെ ഏകലവ്യൻ്റെ പെരുവിരൽ മുറിപ്പിച്ച ഒരു കഥ വായിക്കുന്നുണ്ട്. ഇത് വളരെയേറെ തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പരത്തിയിട്ടുള്ള ഒരു കഥാഭാഗമാണ്. ഏകലവ്യൻ്റെ വിരൽ മുറിപ്പിച്ചത് അർജുനനെ ശ്രേഷ്ഠനായ ധനുർധരനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പല ആളുകളും അഥവാ ബഹുഭൂരിപക്ഷം ആളുകളും ധരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഏകലവ്യൻ്റെ വിരൽ മുറിപ്പിച്ചത്? ദ്രോണാചാര്യരാണ് മുറിപ്പിച്ചത് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏകലവ്യൻ ദ്രോണാചാര്യരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് അസ്ത്രവിദ്യ പഠിക്കണം. ദ്രോണാചാര്യർ എന്താണ് പറഞ്ഞത്? ഇത് രാജ്യധർമ്മത്തിന്, രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദ്യയാണ് ഈ ധനുർവേദം. അതിനു വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നീ പോയി മറ്റ് ജോലി ചെയ്ത് ജീവിക്കുക, നിനക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയച്ചു. അയാളാകട്ടെ അയാളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏകലവ്യനാണ്. ഏകം ഒന്ന്, ലവ്യം എന്ന് പറഞ്ഞാൽ ലവനം ചെയ്യത്തക്കത്, ഭേദിക്കത്തക്കത്. ഒരൊറ്റ ലക്ഷ്യത്തെ ഭേദിക്കുന്ന ആളാണ്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാൽ, ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആളാണ് ഏകലവ്യൻ. അപ്പോൾ ഏകലവ്യൻ എന്ത് ചെയ്തു? ഏകലവ്യൻ പോയി ദ്രോണാചാര്യരെ തന്നെ ആചാര്യനായി സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ആ അസ്ത്രവിദ്യ കരഗതമാക്കി. വളരെ അനായാസമായിട്ട് ശസ്ത്രം പ്രയോഗിക്കുന്നതിനുള്ള പ്രാവീണ്യം നേടിയെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് എവിടെയാണ് പ്രയോഗിച്ചത്? ഒരു പട്ടി കുരച്ചപ്പോൾ ആ പട്ടിയുടെ വായിലേക്കാണ് അദ്ദേഹം 7 അസ്ത്രങ്ങളെ പ്രയോഗിച്ചത്. വലിയ പ്രാവീണ്യമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ പ്രയോഗിച്ചത് എന്താണ് തെളിയിക്കുന്നത്? ഈ അസ്ത്രവിദ്യ കൊണ്ടു നടക്കാനുള്ള പാത്രത അയാൾക്കില്ല എന്നാണ് അവിടെ തെളിയിക്കപ്പെട്ടത്. കാരണം എന്താണ്? ഒരു വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ട സ്ഥാനത്ത് മാത്രം പ്രയോഗിക്കുന്ന ആളാണ് അതിന് പാത്രതയുള്ള ആൾ. നമ്മൾ പറയാറുണ്ട് നിറകുടം തുളുമ്പുകയില്ല എന്ന്. ആ നിറവിന് വേണ്ടത് എന്തായിരുന്നു? പാത്രതയാണ്. അതില്ല. കുരയ്ക്കുക എന്നുള്ളത് പട്ടിയുടെ ധർമ്മമാണ്. പട്ടിക്ക് ഭഷകൻ എന്നൊരു പേരുണ്ട്, ഭഷക എന്നൊരു പേരുണ്ട്. ഭക്ഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കുരയ്ക്കുക എന്നുള്ളത് പട്ടിയുടെ ധർമ്മമാണ്. ആ ധർമ്മമാണ് അത് അനുഷ്ഠിച്ചത്. ആ സമയത്ത് ആ സാധുജീവിയുടെ വായിലേക്ക് ഇത്രയും അസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ അസ്ത്രവിദ്യ കൊണ്ട് നടക്കാൻ പാത്രതയില്ല എന്നത് അതിനാൽ തന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ അസ്ത്രവിദ്യയിലുള്ള പ്രാവീണ്യം പരീക്ഷിക്കാൻ എന്ത് ഉപാധിയാണ് സ്വീകരിച്ചത്? ഒരു പാവയെയാണ് വാങ്ങിയത്. ഒരു കൃത്രിമ പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പാവ, ഒരു കളിപ്പാട്ടം. അതിനെയാണ് അദ്ദേഹം വെച്ചിട്ട് അതിൻ്റെ കണ്ണിലേക്ക് അസ്ത്രം അയക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഒരു ജീവിയെ ഒരു നിലയ്ക്കും നമുക്ക് ഉപദ്രവിക്കാൻ അവകാശമില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രാണാപായം വരുത്തുന്ന ജീവികളെയൊക്കെ ചിലപ്പോൾ നമ്മൾ അകറ്റാറുണ്ട്. പക്ഷേ ഒരു നിരപരാധനായിട്ടുള്ള ഒരു ജീവി, ഒരപരാധവും അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതിന് നിരപരാധനാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വായിലേക്ക് ശസ്ത്രം പ്രയോഗിച്ചപ്പോൾ അത് തൻ്റെ പാത്രത ഇല്ലാതെയാക്കി. അങ്ങനെ ആളുകളുണ്ടായാൽ വലിയ പ്രാവീണ്യമുണ്ടാവുക, അവർക്ക്
ധാർമ്മികത ഇല്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ വന്നാൽ അവരെ ഭയപ്പെട്ടുകൊണ്ട് ആർക്കും തന്നെ ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നു ചേരും. അങ്ങനെയുള്ളവരെ അടക്കി നിർത്തേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള വിദ്യ. അതിനെക്കുറിച്ച് സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ളവരെ രാജാവ് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അവർ മത്സ്യങ്ങളെ കോലിൽ കോർത്ത് ചുട്ടെടുക്കുന്നത് പോലെ അവർ മനുഷ്യരെയും ചുട്ടെടുക്കും എന്നാണ്. അതുപോലെ മനുഷ്യരെ നിഗ്രഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം ഒരാളെ ഭയന്ന് നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദ്രോണാചാര്യർ ഏകലവ്യൻ്റെ വിരൽ മുറിപ്പിച്ചത്. ആ അസ്ത്രം പ്രയോഗിക്കുവാൻ അയാൾ ശക്തനല്ലാതെ ആയിത്തീരട്ടെ എന്ന് തന്നെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അല്ലാതെ അർജുനനെ വില്ലാളി വീരൻ ആക്കലായിരുന്നില്ല. കാരണം അപ്രകാരം സങ്കുചിതമായ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളല്ല ദ്രോണാചാര്യർ എന്ന് നാം മനസ്സിലാക്കണം. ദ്രോണരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദ്രുപദൻ്റെ പുത്രനായ ധൃഷ്ടദ്യുമ്നൻ തൻ്റെ അടുത്ത് തന്നെ അസ്ത്രവിദ്യ പഠിക്കുന്നതിന് വേണ്ടി വന്നത്. ഇതറിഞ്ഞിട്ടും അയാളെയും പഠിപ്പിച്ച മഹാനാണ് ദ്രോണാചാര്യർ. അസ്ത്രം എന്തിനാണ്? രാജ്യരക്ഷയ്ക്ക്. നമുക്കാർക്കും ആയുധങ്ങൾക്ക് അധികാരമില്ല. നമ്മുടെ വീടുകളിലും ആയുധങ്ങളില്ല. നമുക്ക് കറിക്കരിയാൻ കത്തിയുള്ളത് അത് നമ്മുടെ ഉപകരണമാണ്, ആയുധമല്ല. ആയുധം ആയോധനത്തിനുള്ളതാണ്, യുദ്ധത്തിനുള്ളതാണ്. അത് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സിവിലിയന്മാർ, സാധാരണ ജനങ്ങൾ അത് കൊണ്ടു നടക്കാൻ അവകാശമില്ലാത്തവരാണ് എന്നുള്ള സത്യമാണ് അവിടെ പ്രകടമാകുന്നത്. ഇതിനെക്കുറിച്ചാണ് കാളിദാസൻ പറയുന്നത്, ആർത്തത്രാണായ വശസ്ത്രം ന പ്രഹർത്തും അനാഗസി. ആർത്തരെ, ദുഃഖിതരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആയുധം. നിരപരാധരിൽ അത് ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ എന്നത്.